ഒരാള് അദ്ദേഹം പണ്ഡിതനാണെന്ന് നമുക്ക് എങ്ങനെയാണ് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുക? ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചില സംഘടനയിലുള്ള ആൾക്കാർ പറയണത് കേരളത്തിൽ പണ്ഡിതന്മാരാരും ഇല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ല, ഞങ്ങളുടെ സംഘടനയിലെ നേതാക്കന്മാർക്കൊക്കെ നല്ല രീതിയിലുള്ള അറിവുണ്ട് എന്നൊക്കെ പറയുന്നത്. അറിവുള്ള ആളുകളാണ് നമ്മൾ അറബി ഭാഷയിൽ ആലിം, പണ്ഡിതൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇസ്ലാമിൻ്റെതായ ഒരു രീതിശാസ്ത്രത്തിൽ താലിബുൽ ഇൽം, ആലിം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക ദർജയിൽ എത്തുമ്പോഴാണ്. മുഹദ്ദിസ് എന്ന ഹദീസിനെ കുറിച്ച് ചെറിയൊരു വിജ്ഞാനം അറിയുന്ന ആൾ മുഹദ്ദിസ് എന്ന് പറയുകയില്ല, അല്ലെങ്കിൽ ഫിഖ്ഹിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ട് ഒരാൾ ഫഖീഹ് എന്ന് പറയുകയില്ല. അങ്ങനെ സ്ഥാനങ്ങളുണ്ട്. അങ്ങനെ ആലിം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവുള്ള ആളുകൾ എന്നാണ്. അപ്പോൾ എനിക്കറിയില്ല ആലിമ്യങ്ങളെല്ലാവരും ഞാൻ ആലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടോ എന്നുള്ളത്. എല്ലാവരും പഠിക്കുന്ന ആളുകളൊക്കെ താലിബുൽ ഇൽമുകളാണ്. നമുക്ക് അവിടെ വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആരിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് വിഷയം. ഒരാൾ ആലിമായിട്ടില്ലെങ്കിലും എല്ലാ നാട്ടിലും ആലിമ്യങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ തുല്ലാബുകളെ ഉണ്ടാവുകയുള്ളൂ. ലോകത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. എല്ലാ സ്റ്റേറ്റിലും അല്ലെങ്കിൽ എല്ലാ ജില്ലയിലും ഒക്കെ ആലിമ്യങ്ങൾ ഉണ്ടാവും. ആലിമ്യങ്ങൾ മാത്രമേ ദഅവത്ത് നടത്താൻ പറ്റുകയാണെങ്കിൽ പിന്നെ അവിടുന്ന് സൗദി അറേബ്യയിൽ മാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രം ദഅവത്ത് നടക്കേണ്ടി വരും. ഇല്ല, അതിൽ പഠിച്ച ആളുകളോ തുല്ലാബുകളോ അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അവരിൽ നിന്ന് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ദീൻ കൃത്യമായി പഠിക്കുക, ഈ പറയുന്ന രീതിയിൽ മൻഹജു സലഫ് അനുസരിച്ച് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് മാനദണ്ഡം. ഇപ്പോൾ സംഘടനയിലുള്ള ചില ആൾക്കാരൊരു പ്രയാസമായിട്ട് പറഞ്ഞതാണ്. ഈ അടുത്ത് നമ്മളൊരു ആളുടെ ക്ലിപ്പ് ആളുകളെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ക്ലാസ്സിന് ആൾക്കാർ ഇരിക്കുന്നില്ല, അതാണ് പ്രയാസം എന്നായിട്ട് പറയുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ക്ലാസ്സിന് ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ബുദ്ധിയുള്ള ഒരാളെ പറയുന്നത് മനസ്സിലാകുന്നില്ല. കാരണം നിങ്ങൾ ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരാണല്ലോ അപ്പുറത്തുള്ള ആൾക്കാർ. അപ്പോൾ അവർ ക്ലാസ്സിന് ഇരിക്കുമോ? നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സംഘടനയിൽ നിൽക്കാതെ മാറി നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല എന്നുള്ളത് എന്താണ് നിങ്ങൾ ഒരു അത്ഭുതമായിട്ട് കാണുന്നത്? അങ്ങനെ നിങ്ങൾ കൂടെ തന്നെ നിന്നാൽ പോരെ അവർക്ക്. അവർ വേറൊരു ഗ്രൂപ്പായി മാറി അല്ലെങ്കിൽ വേറൊരു സംഘടനയൊക്കെ മാറ്റി വേറെ രീതിയിൽ ദഅവത്തും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ശരിയില്ല എന്നുള്ളത് കൊണ്ടല്ലേ. അപ്പം പിന്നെ അവരെങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിരിക്കുക? അല്ലെങ്കിൽ നിങ്ങൾ ശരിയില്ല എന്ന് പറയുകയും എന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് കേൾക്കുകയും ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ഇവർ ചെയ്യാറുണ്ടോ? ഇവര് ഇപ്പൊ പറഞ്ഞ ആളൊരു, എനിക്ക് തോന്നുന്നു കേരള നദവത്തുൽ മുജാഹിദീനുമായി ബന്ധപ്പെട്ട അവരുടെ വേദികളിലൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഈ പറയുന്നയാള് അതല്ലാത്ത മറ്റ് സംഘടനകളും കേരളത്തിലുണ്ടല്ലോ. ഇപ്പോൾ ഇയാൾ പോയിട്ടൊരു ഉസ്തത്തിന്റെ ക്ലാസ്സിലോ ഉസ്തത്തിന്റെ സമ്മേളനത്തിലോ പോയി ഇയാൾ പങ്കെടുക്കുമോ? ഇയാൾ ചോദ്യമാണ്. അല്ലെങ്കിൽ തബ്ലീഗ് ജമാഅത്തിന്റെ ഒരുപാട് സദസ്സുകൾ ഫജ്ർ കഴിഞ്ഞാലൊക്കെ കിതാബ് ഓതും, മറ്റേ അങ്ങനെ പല മജ്ലിസുകളൊക്കെ ഉണ്ടാവും, ഇജ്തിമാകൾ ഉണ്ടാവും, അതിലൊക്കെ പോയി പങ്കെടുക്കുമോ? അപ്പോൾ തബ്ലീഗുകാരൻ പറയും നമ്മൾ ക്ലാസ്സിൽ ഇരിക്കാത്ത ഭയങ്കര പ്രശ്നം, നീ ഹിസ്ബിയാണ്, നമ്മൾ ക്ലാസ്സിൽ ഇരിക്കണം. എന്ത് തബ്ലീഗുകാരൻ പറയാം? ജമാഅത്ത് ഇസ്ലാമി നാട്ടിൽ പരിപാടി വെച്ച് നിന്നെ കണ്ടില്ലല്ലോ എന്ന് പറയുമോ? നീ ജമാഅത്ത് ഇസ്ലാമി അല്ലാണ്ട് നീ വേറെ ആയത് എന്തുകൊണ്ടാണ്? നീ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ നിനക്ക് എന്താണ് ഇപ്പം അത്ഭുതം? നിന്റെ ഗ്രൂപ്പിൽ നിന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ ക്ലാസ് എടുക്കുമ്പോൾ അവരിയ്ക്കുന്നില്ല എന്നുള്ളതിൽ നിനക്ക് എങ്ങനെയാണ് അത്ഭുതം? അതൊരു അത്ഭുതമായിട്ട് പറയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ വികാരം ഇളക്കിവിട്ട് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപകരിക്കുമെന്നല്ലാതെ, മറിച്ച് നമ്മുടെ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത് ഒരാളുടെ ഇൽമ് എവിടുന്ന് സ്വീകരിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ കേട്ടു, ദീനക്കും, തീർച്ചയായും ഈ വിജ്ഞാനം അത് ദീനാണ്, അത് ആരിൽ നിന്നാണ് സ്വീകരിക്കണം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അതുകൊണ്ട് അവർ നിങ്ങളെ സംഘടനയെക്കുറിച്ച് മനസ്സിലാക്കിയത് അതിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ അവിടെ ആ ഫജറിന്റെ സമയത്ത് തഫ്സീർ വായിച്ചാൽ ചിലപ്പോൾ അങ്ങനത്തെ അബദ്ധങ്ങളും അവനുണ്ടാവുകയില്ല. പക്ഷെ ഒരാൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക ഒരാൾ ഇന്ന് ഗ്രൂപ്പിലാണ് എന്ന് കാണുമ്പോൾ ആ ഗ്രൂപ്പിന്റെ എല്ലാ വാദങ്ങളും അയാൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ കണക്കാക്കുക അല്ലേ? ഓണാഘോഷമൊക്കെ ചെയ്യേണ്ടതാണ്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമ്മളെ ചെയ്യേണ്ടതാണ് എന്ന് ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾ പറയുമ്പോൾ, അല്ലെങ്കിൽ പണ്ഡിതന്മാർ തൗഹീദായി പറയുന്ന കാര്യത്തെ ശിർക്കായി അവതരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞ വളരെ കൃത്യമായി അഖലാനിയത്ത് അഥവാ പല കാര്യങ്ങൾ, ഇപ്പം ഉദാഹരണം പറഞ്ഞ സിഹറിന് ഹക്കീക്കത്തുണ്ട് എന്ന് പറയുമ്പോൾ അതിന് ഒക്കെ വെറുതെയാണ് എന്ന് പറയുന്ന ആളുകൾ, അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങളുടെ തലപ്പത്ത് നേതൃത്വത്തിൽ ഉണ്ടാകുമ്പോൾ ആളുകൾ പൊതുവേ നിങ്ങളുടെ സംഘടനയെ മനസ്സിലാക്കുക എന്തായിരിക്കും? നിങ്ങളുടെ സംഘടന യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിലുള്ള സംഘടനയല്ല. ഒരുപാട് വഴികേടിന്റെ ആളുകൾ അതിനെ നിയന്ത്രിക്കുന്ന നേതൃത്വത്തിലൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരക്കാരുടെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല. കാരണം നമ്മളെ ആരിൽ നിന്നാണ് അറിവ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ആ അടിസ്ഥാനത്തിൽ ആളുകൾ മാറി നിൽക്കും. അപ്പം അതിൽ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നിനക്ക് പ്രയാസം ഉണ്ടാവേണ്ടത് ഈ പറയുന്ന നേതൃത്വത്തിൽ മറ്റുമൊക്കെ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറയുന്നതിലാണ്. അപ്പം അതിനെ നിസ്സാരമായിട്ട് ഞാൻ കണ്ട ഇപ്പം ഇയാൾ പറയുന്നത് ഞങ്ങളെയും ഇഷ്ടത്തിനെയൊക്കെ ഉദ്ദേശിച്ച വ്യക്തിയൊക്കെ മനസ്സിലായിട്ടില്ല, ഞങ്ങളെയും ഇഷ്ടത്തിൻ്റെയൊക്കെ ക്ലാസ്സിൽ ആൾക്കാർ ഇരിക്കുന്നില്ല. ഈ പറയുന്ന വ്യക്തി ഇഷ്ടം എന്ന് പറയുന്ന ആൾക്കാർ ഷിർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ജിന്നിനോട് സഹായം തേടുന്നവരാണെന്ന് പറയുന്നതാണ്. എന്നിട്ടാണ് ഞങ്ങളെയും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഒരുമിച്ച് അങ്ങോട്ട് കൂട്ടുന്നത്. അവർ ഷിർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാർ എന്നിട്ട് എന്താണെന്നൊരു പബ്ലിക് സപ്പോർട്ട് ഇട്ടണ്ടേ? അപ്പം ഇവൻ പറയുമ്പോൾ മറ്റൊരു സംഘടന ഇല്ലാത്ത ആൾക്കാരെ വെറുക്കുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യും, എല്ലാവരും എനിക്കൊരു ഗ്രൂപ്പ് കിട്ടും. പക്ഷെ പറഞ്ഞതിന് അമളി അവന് ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ത്യയും നമ്മളെയും ഇഷ്ടത്തിൻ്റെ ഒക്കെ കൂടെ ഇരിക്കാത്ത ഒന്നും കണ്ടാൽ ഇരിക്കൂല എന്നാണ് പറയുന്നത്. ഇവനിരിക്കുമോ?
ഇഷ്ടംകാരെ പരിപാടി വെച്ചാൽ ഇഷ്ടംകാരെ ഇരിക്കും, ഇവൻ്റെ പരിപാടി വെച്ചാൽ കാനമിൻ്റെ പരിപാടി വെച്ചാൽ ഇരിക്കൂല. അപ്പം അതിനവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. അതേപോലെ ന്യായങ്ങൾ ഇരിക്കാത്ത ആളുകൾക്കുണ്ട് എന്ന് വകവെച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാത്തിനും പ്രയാസപ്പെട്ട് വീഡിയോ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ?